ഹായ് ഫ്രണ്ട്സ്, ഫാസ്റ്റ് സെല്ലർ ബൈ നീർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 6ഓളം മൈലേജ് ഇല്ല നല്ല കിടിലൻ വാഹനങ്ങളുടെ വീഡിയോസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ന്യൂ ഷേപ്പിലെ ഒരു സ്വിഫ്റ്റ് ഡീസൽ വാഹനമാണ്. അതായത് ന്യൂ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പും കൂടിയാണ്. അത് മാത്രമല്ല, ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വരുത്താത്ത ഒരു മോഡലും കൂടിയാണ് ന്യൂ ഷേപ്പിലെ സ്വിഫ്റ്റ് ഡീസൽ വാഹനം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ പെട്രോൾ വാഹനമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 മോഡലിൽ വരുന്ന VDI എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. VDI ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, 4 ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇന്റീരിയർ വാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിന്റെ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ്. കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. 98,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 6,35,000 രൂപ മാത്രമാണ്. അടുത്തത് വരുന്നത് വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡീസൽ വാഹനം തന്നെയാണ്. ഇത് ഓൾഡ് ഷേപ്പിലുള്ള ഒരു സ്വിഫ്റ്റ് ഡീസൽ വാഹനമാണ്. 2012 മോഡലിൽ വരുന്ന ZDI എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നുള്ളത്. ZDI എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, അതായത് അലോയ് വീൽസ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം, 2 സൈഡ് എയർ ബാഗും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാഹനം 1,75,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. മേജർ സർവീസ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞതാണ്. അത് മാത്രമല്ല, കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 3,55,000 രൂപ മാത്രമാണ്. അടുത്തത് വരുന്നത് ഒരു ഹോണ്ട സിറ്റി ഡീസൽ വാഹനമാണ്. 2015 മോഡലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. SV എന്ന് പറയുന്ന വേരിയന്റിലാണ്. SV വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അതുപോലെ തന്നെ മറ്റേ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് ഒക്കെ ഫാബ്രിക് സീറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് കമ്പനി സർവീസും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 5,70,5,000 രൂപ മാത്രമാണ്. അടുത്തതായിട്ട് വരുന്നത് ഒരു SUV വാഹനമാണ്. അതായത് ഹ്യുണ്ടായി ക്രെറ്റ വാഹനമാണ്. 1.6 വരുന്ന ഡീസൽ വാഹനം. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് 2016 മോഡലിൽ വരുന്ന SX എന്ന് പറയുന്ന വേരിയന്റിലാണ്. SX വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്, DRL, കോർണറിംഗ് ലാമ്പ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 4 ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, അലോയ് വീൽസ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. വെറും 71,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ഒരു ഹൈ ക്വാളിറ്റി ക്രെറ്റ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലും കൂടിയാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 9,25,000 രൂപ മാത്രമാണ്. വീണ്ടും വരുന്നത് ഒരു സെഡാൻ മോഡലിൽ വരുന്ന ഒരു ഡീസൽ ഹ്യുണ്ടായി വെർണ വാഹനമാണ്. 1.6 എഞ്ചിനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. 89,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. SX വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, അലോയ് വീൽസ് വരും, അതുപോലെ തന്നെ ഉള്ളിലെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മ്യൂസിക് സിസ്റ്റം, റിയർ AC വെന്റ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറിലായതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 4,55,000 രൂപ മാത്രമാണ്. അവസാനമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെറിയ പ്രൈസിന്റെ ഒരു ഡീസൽ വാഹനമാണ്. അതും യുവാക്കളുടെ ഇഷ്ടവാഹനമായ ഫോക്സ് വാഗൻ പോളോ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 2011 മോഡലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. കംഫർട്ട് ലൈൻ എന്ന് പറയുന്ന വേരിയന്റിലാണ്. കംഫർട്ട് ലൈൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. കറന്റ് ഈ ഒരു വാഹനം 3rd ഓണർഷിപ്പിലാണ്. ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കിട്ടും. അതായത് ഏകദേശം നമുക്കൊരു 20 കിലോമീറ്റർ ഒക്കെ ഈ ഒരു വാഹനത്തിന് മൈലേജ് സുഖമായിട്ട് കിട്ടും. അത് മാത്രമല്ല, ഈ ഒരു വാഹനത്തിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനം കൂടിയാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും 2,18,000 രൂപ മാത്രമാണ്.
അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഫോക്സ് വാഗൺ പോളോ ഒഴിച്ചിട്ടുള്ള മറ്റുള്ള എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ നീർ എന്ന യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.